ഹലോ എവരിവൺ, നമ്മളിന്ന് കാണുന്നത് ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലോങ് ടോപ്പിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോ ആണ്. ഈ ഒരു മോഡൽ ഞാൻ എടുത്തിട്ടുള്ളത് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരുപാട് ഫേമസ് ആയ മിലാൻറ്റിക് എന്ന് പറയുന്ന ഒരു ബുട്ടിക്കിൽ നിന്നാണ്. അവരുടെ മിക്കവാറും എല്ലാ ഡിസൈൻസും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കൂടുതൽ മോഡൽസ് അതിൽ ചെക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ ഇങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു മോഡലിൻ്റെ സെയിം എനിക്ക് മെറ്റീരിയലും കിട്ടിയപ്പോൾ അത് ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഈ ഒരു ഡ്രസ്സിൻ്റെ ടോട്ടൽ ലെങ്ത്ത് വരുന്നത് 50 ഇഞ്ചാണ്. ആ ലേസും കൂടെ വരുമ്പോൾ നമുക്ക് 51 ഇഞ്ചിലാണ് ഈ ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്നത്. വീഡിയോ യൂസ്ഫുൾ ആയാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് വീഡിയോ കാണാം. കയ്യിൽ ബ്ലാക്ക് ലൈനിങ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ ഒരു കളറാണ് കേട്ടോ ഇവിടെ ലൈനിങ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. നമ്മൾ യോക്ക് പാർട്ടിൽ മാത്രമാണ് ലൈനിങ് കൊടുക്കുന്നത്. അതിനായിട്ട് ഇതുപോലെ മെറ്റീരിയലിനെ കംപ്ലീറ്റ് ആയിട്ടും ഓപ്പൺ ചെയ്ത ശേഷം നടുവിലൂടെ ഒന്ന് മടക്കിയെടുക്കുന്നുണ്ട്. മടക്കി കഴിഞ്ഞപ്പോൾ മെറ്റീരിയലിൻ്റെ ഫോൾഡ് ചെയ്ത സൈഡ് ഇവിടെയാണ് വരുന്നത്. ഓപ്പൺ സൈഡ് ഇവിടെയും വരുന്നുണ്ട്. ഓപ്പൺ സൈഡിൽ നമുക്ക് 2 പീസ് മെറ്റീരിയലാണ് കിട്ടിയിട്ടുള്ളത്. യോക്ക് പാർട്ടിൻ്റെ ലെങ്ത്ത് വരുന്നത് 15 ഇഞ്ചാണ്. മെറ്റീരിയലിൻ്റെ വിഡ്ത്ത് വരുന്നത് 16.5 ഇഞ്ചാണ്. ഇവിടെ നിന്നാണ് കേട്ടോ നമ്മുടെ മാർക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഷോൾഡർ 7.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ആ ഒരു പോയിന്റിൽ നിന്നും താഴേക്ക് ആം ഹോൾ 7 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു പോയിന്റിൽ നമ്മുടെ ചെസ്റ്റിൻ്റെ മാർക്കിംഗ് ആണ് കേട്ടോ വരുന്നത്. ഇവിടെ തയ്യൽ തുമ്പും കൂടെ ചേർത്ത് 13 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 2 ഇഞ്ചാണ് നമ്മളിവിടെ തയ്യൽ തുമ്പായിട്ട് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു കോർണർ പോർഷനിൽ മുകളിലേക്ക് 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ആം ഹോളിൻ്റെ മിഡിൽ പോർഷൻ കണ്ടുപിടിച്ച ശേഷം ഈ 3 പോയിൻറ്റും ജോയിൻ ചെയ്ത് നമുക്ക് ഒരു ഷേപ്പ് വരച്ചു കൊടുക്കാം. 2 ആം ഹോളിൽ ഒരു എക്സ്ട്രാ മാർക്കിംഗ് വരുന്നുണ്ട്. അതിനായിട്ട് ഈ ഒരു പോയിന്റിൽ നിന്നും 1/2 ഇഞ്ച് ഉള്ളിലേക്ക് മാർക്ക് ചെയ്ത് കാണുന്ന പോലെ ഒരു ഷേപ്പ് വരച്ചു കൊടുക്കുന്നുണ്ട്. കഴുത്തിൻ്റെ വീതി 2.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇറക്കം 6 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ വി ഷേപ്പാണ് നമ്മൾ നെക്കിന് കൊടുക്കുന്നത്. അതുകൊണ്ട് ഈ 2 പോയിൻറ്റും ജോയിൻ ചെയ്ത് ഇതുപോലൊരു ഷേപ്പ് വരച്ചു കൊടുക്കാം. ഇത് ഫ്രണ്ട് പാർട്ടാണ് കേട്ടോ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇറക്കം മാർക്ക് ചെയ്ത് കൊടുത്ത ഈ ഒരു പോയിൻറ്റിലെ വീതി നമ്മൾ 12 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇവിടെ നമ്മൾ വേസ്റ്റിൻ്റെ മെഷർമെൻറ്റാണ് കേട്ടോ വരേണ്ടത്. തയ്യൽത്തുമ്പും കൂടെ ചേർത്താണ് ഇവിടെ 12 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഈ മാർക്ക് ചെയ്ത പോയിന്റിൽ മുകളിലേക്ക് 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ മെറ്റീരിയലിൻ്റെ മിഡിൽ പോർഷൻ കണ്ടുപിടിച്ച ശേഷം ഈ 2 പോയിൻറ്റും ജോയിൻ ചെയ്ത് നമുക്ക് ഇതുപോലൊരു ഷേപ്പ് വരച്ചു കൊടുക്കാം. ബോഡി മെഷർമെൻറ്റ് മാർക്ക് ചെയ്ത ഈ ഒരു 2 പോയിൻറ്റിനെയും ജോയിൻ ചെയ്ത് നമുക്ക് ഷേപ്പ് വരച്ചു കൊടുക്കാം. ഈ കാണുന്ന ഷേപ്പിലൂടെ നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. മാർക്കിംഗ് ഞാൻ വിട്ടുപോയി. അത് ഈ ഒരു ടൈമിൽ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഷോൾഡറിലുണ്ടല്ലോ ആ ഒരു നെക്കിൻ്റെ പാർട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഷോൾഡർ പാർട്ടിലേക്ക് ഒരു 1/4 ഇഞ്ച് താഴ്ത്തിയിട്ട് ഇതുപോലൊരു ഷേപ്പ് വരച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഒരു പോയിന്റിലൂടെയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. ഇത് നമ്മൾ ബാക്ക് പാർട്ടിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള മെറ്റീരിയലാണ്. നേരത്തെ നമ്മൾ ഫ്രണ്ട് പാർട്ടിന് എടുത്ത പോലെ സെയിം ആയിട്ടാണ് ഈ ഒരു മെറ്റീരിയലിനെ എടുത്തിട്ടുള്ളത്. മെറ്റീരിയലിൻ്റെ ഫോൾഡ് ചെയ്ത സൈഡിൽ കാണുന്ന പോലെ ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത ശേഷം നമ്മളൊരു സ്ട്രെയിറ്റ് ലൈനായിട്ട് വരച്ചു കൊടുക്കുന്നുണ്ട്. നമ്മളിവിടെ ഒരു സിപ്പ് യൂസ് ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ബാക്ക് പാർട്ടിൽ ഇതുപോലെ 1/2 ഇഞ്ച് എക്സ്ട്രാ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു മാർക്കിങ്ങിൻ്റെ മുകളിലായിട്ടും കറക്റ്റായിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഫ്രണ്ട് പാർട്ടിനെ എടുത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. കാണുന്നുണ്ടല്ലോ, ആ ഫ്രണ്ട് പാർട്ടിൻ്റെ ഫോൾഡ് ചെയ്ത സൈഡ് ആ ഒരു സ്ട്രെയിറ്റ് ലൈനിൽ വരുന്ന രീതിയിലാണ് ഇവിടെ വെച്ച് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം നമുക്ക് ഷേപ്പ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ആ ഒരു നെക്കിൻ്റെ പാർട്ട്, നെക്കിൻ്റെ വീതി മാർക്ക് ചെയ്ത് കൊടുത്തത് നമ്മൾ ഇതിലും കറക്റ്റായിട്ടൊന്ന് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഫ്രണ്ട് പാർട്ടിൽ ആ കഴുത്തിൻ്റെ വീതി സെയിം ആയിട്ട് നമ്മൾ ഇതുപോലെ ബാക്ക് പാർട്ടിൽ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കഴുത്തിൻ്റെ ഇറക്കം 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത ശേഷം ഒരു റൗണ്ട് ഷേപ്പ് ഇവിടെ വരച്ചു കൊടുക്കുന്നുണ്ട്. ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഇപ്പം നമ്മുടെ ബാക്ക് പാർട്ട് ഇവിടെ റെഡിയാണ്.
ഈ ഒരു ടൈമിലാണ് കേട്ടോ ഫ്രണ്ടിലെ ആ ഒരു ഷോൾഡറിലെ എക്സ്ട്രാ മാർക്കിങ് കട്ട് ചെയ്ത് മാറ്റുന്നത്. അതുപോലെ കഴുത്തും ഈ ഒരു ടൈമിൽ നമ്മൾ കട്ട് ചെയ്ത് മാറ്റുമ്പോൾ നമ്മളെ ഫ്രണ്ട് പാർട്ടും ഇവിടെ റെഡിയാണ്. യോക്ക് പാർട്ട് റെഡിയാണല്ലോ. ഇനി നമുക്ക് സ്കേർട്ട് പാർട്ട് കട്ട് ചെയ്യാം. അതിനായിട്ട് മെറ്റീരിയലിനെ നേരത്തെ ഉള്ളതുപോലെ തന്നെ കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ മെറ്റീരിയലിൻ്റെ ഫോൾഡ് ചെയ്ത സൈഡ് ഇവിടെയാണ് വരുന്നത്. ഓപ്പൺ സൈഡ് ഇവിടെയും വരുന്നുണ്ട്. ഓപ്പൺ സൈഡിൽ നമുക്ക് 2 പീസ് മെറ്റീരിയലാണ് കിട്ടിയിട്ടുള്ളത്. നമ്മളുടെ ഈ ഒരു ഡ്രസ്സിൽ സ്കേർട്ട് പാർട്ടിൽ തന്നെ 2 പീസാണ് വരുന്നത്. അതിൽ ഫസ്റ്റ് പീസാണ് നമ്മളിപ്പോൾ കട്ട് ചെയ്യുന്നത്. ഇത് 25 ഇഞ്ച് ലെങ്ത്തിലാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇതുപോലുള്ള ഡിസൈൻസൊക്കെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ ആ വലിയ ഫ്ലവേഴ്സ് അല്ലേ, അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ടും കിട്ടുന്ന രീതിയിലൊക്കെയാണ് ഞാനിവിടെ മെഷർമെൻറ്റ്സ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഈ 2 വലിയ ഫ്ലവേഴ്സും കിട്ടുന്ന രീതിയിൽ 25 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു പീസിനെ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു ലോങ് ടോപ്പ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഞാനിവിടെ 4 മീറ്റർ മെറ്റീരിയലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. മെറ്റീരിയലിൻ്റെ വീതി വരുന്നത് 42 ഇഞ്ചാണ്. പിന്നെ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കാണുന്നുണ്ടല്ലോ ഇവിടെ 21 ഇഞ്ച് കിട്ടിയിട്ടുണ്ട്. മാർക്ക് ചെയ്ത ഈ ഒരു പീസിനെ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ ഫ്രണ്ട് പാർട്ടിന് വേണ്ടിയിട്ടുള്ളതാണ്. നമ്മൾ ഫ്രണ്ട് പാർട്ടിന് വേണ്ടി കട്ട് ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു പീസിനെ ഇതുപോലെ മെറ്റീരിയലിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് സെയിം ടു സെയിം ആയിട്ട് ഒരു പീസും കൂടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ ബാക്ക് പാർട്ടിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. നേരത്തെ പറഞ്ഞല്ലോ നമ്മുടെ സ്കേർട്ട് പാർട്ടിൽ 2 പീസ് മെറ്റീരിയലാണ് വരുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ മെറ്റീരിയലിനൊന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മളൊന്ന് ഫോൾഡ് ചെയ്തിട്ടാണ് കേട്ടോ മെറ്റീരിയൽ മാർക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതിൽ ഒരു പീസിൻ്റെ വീതി വരുന്നത് 13.5 ഇഞ്ചാണ്. ഈ ഒരു 13.5 ഇഞ്ച് ഉള്ള 4 പീസാണ് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ കട്ട് ചെയ്തെടുത്ത 4 പീസിൽ 2 പീസ് ചേർത്തിട്ട് നമ്മൾ ഫ്രണ്ട് പാർട്ടിലും 2 പീസ് ചേർത്തിട്ട് ബാക്ക് പാർട്ടിലുമാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. നമ്മൾ സ്ലീവിന് വേണ്ടിയിട്ട് മെറ്റീരിയലിനെ ഡബിൾ ഫോൾഡ് ചെയ്തിട്ടുണ്ട്. മെറ്റീരിയലിൻ്റെ ഫോൾഡ് ചെയ്ത സൈഡ് ഇവിടെയാണ് വരുന്നത്. ഓപ്പൺ സൈഡ് ഇവിടെയും വരുന്നുണ്ട്. ഓപ്പൺ സൈഡിൽ നമുക്ക് 4 പീസ് മെറ്റീരിയലാണ് കിട്ടിയിട്ടുള്ളത്. മെറ്റീരിയലിൻ്റെ ലെങ്ത്ത് വരുന്നത് 17.5 ഇഞ്ചാണ്. മെറ്റീരിയലിൻ്റെ വീതി വരുന്നത് 10.5 ഇഞ്ചാണ്. ഇവിടെ നിന്നാണ് കേട്ടോ നമ്മുടെ മാർക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മുകളിൽ നിന്നും താഴേക്ക് 7 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ആ ഒരു പോയിന്റിൽ നിന്നും ഉള്ളിലേക്ക് 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മുകളിൽ നിന്നും താഴേക്ക് 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. അത്രയും സ്ട്രെയിറ്റ് ആയിട്ടാണ് കേട്ടോ വരേണ്ടത്. അതിനുശേഷം ഈ 2 പോയിൻറ്റും ജോയിൻ ചെയ്ത് നമുക്ക് സ്ലീവിൻ്റെ ഷേപ്പ് വരച്ചു കൊടുക്കാം. ഇവിടുന്ന് താഴേക്ക് സ്ട്രെയിറ്റ് ആയിട്ടാണ് കേട്ടോ വരേണ്ടത്. നമ്മൾ മാർക്ക് ചെയ്ത ഈ 2 പോയിൻറ്റിൻ്റെയും മിഡിൽ പോർഷൻ കണ്ടുപിടിച്ച ശേഷം ആ മിഡിൽ പോയിൻറ്റിൽ നിന്നും 1/2 ഇഞ്ച് ഉള്ളിലേക്ക് മാർക്ക് ചെയ്ത് ഒരു ഷേപ്പ് വരച്ചെടുക്കാം. ഇത് ഫ്രണ്ട് ആം ഹോളിൽ വരുന്ന ഒരു എക്സ്ട്രാ മാർക്കിങ്ങിന് വേണ്ടിയിട്ടാണ് കേട്ടോ. കയ്യിലെ വീതി നമ്മൾ 7.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഈ 2 പോയിൻറ്റിനെയും ജോയിൻ ചെയ്ത് നമുക്കിതുപോലൊരു ഷേപ്പ് വരച്ചെടുക്കാം. മാർക്ക് ചെയ്ത പോയിൻറ്റിലൂടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ ആ ഒരു സെൻട്രൽ പോയിൻ്റ് നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം 2 പീസായിട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത ശേഷമാണ് കേട്ടോ ഫ്രണ്ടിൽ ആ ഒരു എക്സ്ട്രാ മാർക്കിംഗ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നത്. നമ്മൾ നേരത്തെ യോക്ക് പാർട്ടിൻ്റെ ലൈനിങ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിൻ്റെ സെയിം ടു സെയിം ആയിട്ട് ഇവിടെ മെയിൻ ഫാബ്രിക്കും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആ ഒരു ഫോൾഡ് ചെയ്ത സൈഡിൽ ബാക്ക് പാർട്ടിൽ നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ഓപ്പൺ ആക്കി കൊടുക്കുന്നുണ്ട്. ഫ്രണ്ട് പാർട്ട് നമ്മൾ ഇതുപോലെ സെയിം ടു സെയിം ആയിട്ട് മെയിൻ ഫാബ്രിക്കിൽ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ സിമിലറായിട്ട് വരാനായിട്ട് ഇതുപോലെ ലേസ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റിച്ചിങ് കാണാം. ഇനി നമുക്ക് സ്ലീവിൻ്റെ എൻഡ് പാർട്ട് സ്റ്റിച്ച് ചെയ്യാം. അതിനായിട്ട് മെറ്റീരിയലിൻ്റെ ചീത്തവശത്തേക്ക് ഇതുപോലെ സൈഡ് 2 പ്രാവശ്യം ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം.
സെയിം ആയിട്ട് തന്നെ നമ്മൾ 2 സ്ലീവ് ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതുപോലാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇതിൻ്റെ ആ സൈഡിലൂടെ ഉണ്ടല്ലോ, നമുക്ക് ഒരു സ്റ്റിച്ചും കൂടെ കൊടുത്ത് ഫിനിഷ് ചെയ്തെടുക്കാം. സ്ലീവ് റെഡിയാണ്, നമുക്കിത് മാറ്റി വയ്ക്കാം. നമ്മളിവിടെ ഫ്രണ്ട് യോക്ക് പാർട്ട് എടുത്തിട്ടുണ്ട്. നമ്മൾ കാണുന്നത് മെറ്റീരിയലിൻ്റെ ചീത്ത വശമാണ്. നമ്മൾ ലൈനിങ് പാർട്ടിൻ്റെയും മെയിൻ ഫാബ്രിക്കിൻ്റെയും നല്ല വശം ചേർന്ന് വരുന്ന രീതിയിൽ വെച്ചിട്ട് നെക്ക് പാർട്ട് കാണുന്ന പോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി മെയിൻ സ്റ്റിച്ച് കട്ടാവാതെ കുഞ്ഞു കുഞ്ഞു കട്ട് കൊടുക്കാം. വീനൊക്കെ ആയതുകൊണ്ട് ഈ സെൻറ്റർ പോർഷനിൽ ഇതുപോലൊരു കട്ട് മസ്റ്റായിട്ടും കൊടുക്കണം. ബാക്കി സൈഡിലും കുഞ്ഞു കുഞ്ഞു കട്ട് കൊടുത്ത ശേഷം ഈ ഒരു മെയിൻ ഫാബ്രിക്കിനെ സ്റ്റിച്ച് കാണാതെ ഉള്ളിലേക്കൊന്ന് മടക്കിയെടുക്കാം. ഇനി നെക്ക് പാർട്ടിൽ ഒരു സ്റ്റിച്ചും കൂടെ കൊടുത്ത് നമുക്ക് ഫിനിഷ് ചെയ്തെടുക്കാം. അതുപോലെ എല്ലാ സൈഡും ലൈനിങ്ങുമായിട്ട് ചേർന്ന് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മൾ എടുത്തിട്ടുള്ള മെഷർമെൻറ്റിൽ ലാർജ് അതുപോലെ തന്നെ എക്സ്ട്രാ ലാർജ് സൈസിലുള്ളവർക്ക് ഈ ഒരു ഡ്രസ്സ് യൂസ് ചെയ്യാൻ പറ്റും. ഈ ഒരു സ്റ്റിച്ച് ചെയ്തത് ആ ഒരു മിഡിൽ പോയിന്റിൽ എത്തിയപ്പോൾ തന്നെ ഞാൻ കണ്ടോ ആം ഹോളിൻ്റെ അവിടെയാണ് അതുപോലെ കറക്റ്റ് ചെയ്തിട്ട് ബാക്കി സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെറിയ ചെറിയ ടിപ്സൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് നല്ല നീറ്റായിട്ട് തന്നെ ഡ്രസ്സ് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഫ്രണ്ട് പാർട്ട് റെഡിയായി, അത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ബാക്ക് പാർട്ട് എടുക്കാം. നമ്മളിവിടെ ബാക്ക് പാർട്ട് എടുത്തിട്ടുണ്ട്. നേരത്തെ ചെയ്ത പോലെ തന്നെ ഇപ്പം നമ്മൾ കാണുന്നത് ചീത്ത വശമാണ്. ലൈനിങ് ഫാബ്രിക്കിൽ നമ്മൾ നല്ല വശം ചേർന്ന് വരുന്ന രീതിയിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഇവിടെ കാണുന്ന പോലെ ആ ഒരു നെക്ക് പാർട്ടും താഴേക്കുള്ള ഷേപ്പും നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഈ ഒരു കോർണർ പോർഷൻ ഉണ്ടല്ലോ, അത് കംപ്ലീറ്റ് ആയിട്ടും ആ ഒരു സ്റ്റിച്ച് കട്ടാവാതെ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അതിനുശേഷം നെക്ക് ആ ഒരു റൗണ്ട് ഷേപ്പ് കറക്റ്റായിട്ട് വരാനായിട്ട് മെയിൻ സ്റ്റിച്ച് കട്ടാവാതെ കുഞ്ഞു കുഞ്ഞു കട്ട് കൊടുക്കാം. ഇനി ഈ സ്റ്റിച്ച് ഉള്ളിലാക്കിയിട്ട് നമുക്ക് നല്ല വശം പുറത്തെടുക്കാം. ഇതുപോലെ നമുക്ക് ഓപ്പോസിറ്റ് സൈഡിലുള്ള പീസും റെഡിയാക്കി എടുക്കാം. രണ്ട് സൈഡും ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കൊരു സിബ് വെച്ച് ജോയിൻ ചെയ്യാം. സിബ് നമ്മളിവിടെ ഇൻവിസിബിൾ സിബാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. നമ്മളിവിടെ ഇൻവിസിബിൾ സിപ്പാണ് യൂസ് ചെയ്യുന്നത്. അത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് നമ്മളൊരു പ്രഷർ ഫൂട്ടൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. നമ്മളിവിടെ വൺ സൈഡ് പ്രഷർ ഫൂട്ടാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. നമ്മളിവിടെ പ്രഷർ ഫൂട്ട് മാറ്റിയിട്ടുണ്ട്. നമ്മളിവിടെ ഇതുപോലെ സിപ്പിനെ ഒന്ന് ഓപ്പൺ ചെയ്തെടുത്തിട്ടുണ്ട്. സിപ്പിനെ ഓപ്പൺ ചെയ്ത ശേഷം നമ്മൾ കാണുന്നുണ്ടല്ലോ, ഇതുപോലെ ഒന്ന് തിരിച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ മെറ്റീരിയലിൻ്റെ മുകളിലേക്ക്. നോർമൽ സിപ്പാണെങ്കിൽ നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് അത് നേരെ വെച്ചാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇത് ഇൻവിസിബിൾ സിപ്പ് ആയതുകൊണ്ടാണ് ഇതുപോലെ ആ ഒരു സൈഡ് നമ്മളൊന്ന് തിരിച്ച് വെച്ച് കൊടുക്കുന്നത്. അതിനുശേഷം കാണുന്ന പോലെ ആ ഒരു സൈഡിലൂടെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഈ ഒരു സിപ്പ് സ്റ്റിച്ച് ചെയ്യുന്നവർക്കറിയാം, അത് നന്നായിട്ടിങ്ങനെ വിടർത്തി വെച്ച ശേഷമാണ് കേട്ടോ ആ ഒരു സിപ്പിൻ്റെ മാക്സിമം സൈഡിലൂടെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. സെയിം ആയിട്ട് തന്നെ നമുക്ക് ഓപ്പോസിറ്റ് സൈഡും പറഞ്ഞ പോലെ തന്നെ ആ ഒരു സിപ്പിൻ്റെ ഒരു സൈഡല്ലേ അതിനൊന്ന് തിരിച്ച് വെച്ച ശേഷം നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ആ ഒരു മുകളിലത്തെ പാർട്ട് ആ ഒരു സിപ്പിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റിൽ തന്നെ ഒരു ലോക്ക് ഉണ്ട് കേട്ടോ. ആ ഒരു ലോക്ക് വെച്ച് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഇനി സിപ്പ് നമുക്കൊന്ന് ലോക്ക് ചെയ്തെടുക്കാം. നല്ല നല്ല ഫിനിഷിങ്ങിൽ തന്നെ നമുക്കിവിടെ സ്റ്റിച്ച് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ കാണുന്ന ഒരു എൻഡ് പാർട്ട് ഉണ്ടല്ലോ, അത് നമുക്കൊന്ന് ലോക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം.
അതിന് ശേഷമുള്ള പാർട്ട് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഈ മീനക്കിലും യോക്ക് പാർട്ടിലായിട്ട് നമ്മളൊരു ലേസ് കൊടുക്കുന്നുണ്ട്. അതിനായിട്ട് ഈ ഒരു ബ്ലാക്ക് ലേസാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അത് ആ ഒരു മോഡലിൻ്റെ സെയിമായിട്ട് വരാനായിട്ട് ഈ ഒരു ലേസിനെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. കാണുന്നുണ്ടല്ലോ, ഈ രീതിയിലാണ് നമ്മളൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം നെക്ക് പാർട്ടിൽ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഒരു സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി മറ്റേ സൈഡും ഇതുപോലെ ഒരു സ്റ്റിച്ച് കൊടുത്ത് ഫിനിഷ് ചെയ്തെടുക്കാം. ഒരു സൈഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ഓപ്പോസിറ്റ് സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കാം. ബ്ലാക്ക് ലേസ് കൊടുത്തിട്ട് ഞാൻ അതുപോലെ ഒരു വൈറ്റ് ലേസും കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ് കേട്ടോ. അപ്പോൾ വൈറ്റ് ലേസും സെയിമായിട്ട് അതുപോലെ ഒരു സൈഡ് ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത ശേഷം ഇതുപോലെ ഓപ്പോസിറ്റ് സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ഇതൊരു വീനക്ക് പോലെയല്ലേ സ്റ്റിച്ച് ചെയ്യുന്നത്, അപ്പോൾ അതുകൊണ്ട് നമുക്ക് അവിടെ ഒരു പ്ലീറ്റ് പോലെ വരാൻ ചാൻസ് ഉണ്ട്. അത് വരാതിരിക്കാനാണ് കേട്ടോ ഈ ഒരു നീഡിൽ വെച്ചിട്ട് ആ പ്ലീറ്റ്സ് വരും എന്ന് തോന്നുന്ന സ്ഥലം നമ്മൾ കുറച്ചുകൂടെ ഒന്ന് വിടർത്തി വെച്ചൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ ആവുമ്പോൾ ആ ഒരു പ്ലീറ്റ്സ് ഒന്നും വരാതെ നമുക്ക് നല്ല രീതിയിൽ ഫിനിഷ് ചെയ്തെടുക്കാൻ പറ്റും. ഫ്രണ്ട് യോക്ക് പാർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവിൻ്റെ എൻഡിലും സെയിമായിട്ട് ആ ഒരു ഡിസൈനിലുള്ള പോലെ വൈറ്റ് ലേസ് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ലേസ് 2 ലെയറായിട്ടാണ് സ്ലീവിൽ കൊടുക്കുന്നത്. അത് ഒരു ലേസ് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്ത് ഒരു ലേസ് വെച്ചിട്ട് അതിൻ്റെ 2 സൈഡും സ്റ്റിച്ച് ചെയ്തെടുത്ത ശേഷമാണ് നമ്മൾ അടുത്ത ഒരു ലെയറും കൂടെ ഈ ഒരു ലേസ് വെച്ച് കൊടുക്കുന്നത്. ഞാനിതുപോലെ വീഡിയോസ് ചെയ്യുമ്പോൾ അതിൻ്റെ മെറ്റീരിയൽ എവിടെ നിന്നാണ് വാങ്ങിയതെന്ന് ചിലർ ചോദിക്കാറുണ്ട്. ഇത് ഞാൻ ഓൺലൈൻ വാങ്ങിയതാണ് കേട്ടോ. എനിക്ക് അങ്ങനെയാണ് ഈ ഒരു സെയിം മെറ്റീരിയൽ കണ്ടപ്പോൾ ഞാനൊരു മോഡലും കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാനിത് മെറ്റീരിയൽ വാങ്ങി ഈ ഒരു മോഡൽ തന്നെ സ്റ്റിച്ച് ചെയ്തത്. അപ്പോൾ മെറ്റീരിയൽ എവിടെ നിന്നാണ് വാങ്ങിയതെന്ന് അറിയണം എന്നുണ്ടെങ്കിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ യൂട്യൂബിൽ തന്നെ മെസ്സേജായിട്ട് കമൻ്റായിട്ട് ചോദിച്ചാൽ മതി. ഞാൻ എവിടെ നിന്നാണെന്നുള്ളത് പറഞ്ഞുതരാം. ഫ്രണ്ട് യോക്ക് പാർട്ടിൻ്റെ ആ ഒരു സ്കേർട്ട് പാർട്ട് നമ്മളിനി ജോയിൻ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മളത് കട്ട് ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു വലിയ പീസ് ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ ഈ ഒരു ഫസ്റ്റ് സ്കേർട്ട് പാർട്ടിൽ യൂസ് ചെയ്യുന്നത്. അതിനായിട്ട് ഇതുപോലെ മിഡിൽ പോയിൻ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം യോക്ക് പാർട്ടിൻ്റെയും ഈ ഒരു മെറ്റീരിയലിൻ്റെയും നല്ല വശം ചേർന്ന് വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഒരു മിഡിൽ പോയിൻ്റ് കണ്ടല്ലോ, ആ ഒരു മിഡിൽ പോയിൻ്റ് യോക്ക് പാർട്ടിൻ്റെയും മിഡിൽ പോയിൻ്റ് ചേർന്ന് വരുന്ന രീതിയിൽ വെച്ച ശേഷം ആ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നമുക്ക് 2 ഇഞ്ച് മാർജിൻ വരുന്നുണ്ടല്ലോ, ആ ഒരു 2 ഇഞ്ച് മാർജിൻ വരെ സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത ശേഷം ബാക്കി കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സ് കൊടുത്ത് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം ബാക്കി പാർട്ടും നമ്മൾ സെയിം ആയിട്ട് തന്നെ ഇതുപോലെ പ്ലീറ്റ്സ് കൊടുത്ത് അറേഞ്ച് ചെയ്തെടുക്കുന്നുണ്ട്. 2 ഇഞ്ച് മാർജിൻ വരുന്ന സ്ഥലം നമ്മൾ വീണ്ടും പ്ലെയിൻ ആയിട്ട് തന്നെ കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. പ്ലീറ്റ്സ് ഒക്കെ ഇതുപോലെ നല്ല നീറ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഈ ഒരു ജോയിൻ ചെയ്ത സ്ഥലമൊക്കെ നമ്മൾ 2 സ്റ്റിച്ച് കൊടുത്താണ് കേട്ടോ എപ്പോഴും ഫിനിഷ് ചെയ്തെടുക്കാറുള്ളത്. ഫൈനൽ ലെയർ കൊടുക്കാനായിട്ട് നമ്മൾ ഇതുപോലെ ഒരു 2 പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിനെ ആദ്യം ഒന്ന് ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ജോയിൻ ചെയ്തെടുത്ത ഈ ഒരു പീസിനെ 4ആയിട്ട് ഫോൾഡ് ചെയ്ത് നമ്മളൊന്ന് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അത് നമുക്ക് പ്ലീറ്റ്സ് കൊടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു രീതിയിലൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ വലിയ ഡിസൈൻ വരുന്ന പീസൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം, ആ ഡിസൈൻ കറക്റ്റായിട്ടും ഈക്വലായിട്ട് കിട്ടുന്നുണ്ടോ എന്ന് നോക്കിയിട്ടാണ് കേട്ടോ നമ്മൾ എപ്പോഴും സ്റ്റിച്ച് ചെയ്യേണ്ടത്. നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ആ സ്റ്റിച്ച് ചെയ്തെടുത്ത വലിയ പീസിനെ 4ആയിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ നേരത്തെ പ്ലീറ്റ്സ് കൊടുത്തിട്ടുള്ള ആ ഒരു പാർട്ടുണ്ടല്ലോ, അതിനെയും 4ആയിട്ടൊന്ന് ഫോൾഡ് ചെയ്തിട്ട് ആ ഒരു 4 ഫോൾഡ് എത്രയാണോ വരുന്നത് അതിനൊന്ന് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിലും നമുക്ക് 4 മാർക്കിംഗ് വരുന്നുണ്ട്.
അതുപോലെ തന്നെ നേരത്തെ നമ്മൾ ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത പീസിലും 4 ഫോൾഡ് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളിവിടെ രണ്ടിൻ്റെയും നല്ല വശം ചേർന്ന് വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ച ശേഷം സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുന്നുണ്ട്. ഒന്ന് സ്റ്റിച്ച് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത ശേഷം നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത ആ ഒരു ഫസ്റ്റ് പോയിൻ്റ് ഉണ്ടല്ലോ, അതിവിടാണ് വരുന്നത്. താഴെ ഇരിക്കുന്ന ആ ഒരു മെറ്റീരിയലിൻ്റെയും ഫസ്റ്റ് പോയിൻറ്റും അതുപോലെ നമ്മൾ ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ എടുത്തിട്ടുള്ള അതിൻ്റെയും ഫസ്റ്റ് മാർക്കിംഗ് പോയിൻറ്റും കൂടെ നമ്മൾ ഇതുപോലെ ഒന്ന് ചേർത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇങ്ങനെ ചേർത്ത് വെക്കുമ്പോൾ നമുക്കിതുപോലെ കുറച്ച് മെറ്റീരിയൽ എക്സ്ട്രാ കിട്ടുന്നുണ്ട്. ആ ഒരു എക്സ്ട്രാ വരുന്ന മെറ്റീരിയലിനെ ഈ ഒരു കറക്റ്റ് വിഡ്ത്തിനുള്ളിൽ നമ്മൾ ഫ്ലീറ്റ്സ് കൊടുത്ത് അറേഞ്ച് ചെയ്തെടുക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് പ്ലീറ്റ്സ് കൊടുക്കാൻ കുറച്ച് ഈസിയാണ്. ഒരുപാട് കൺഫ്യൂഷനൊന്നും വരില്ല. കാണുന്ന പോലെ നമുക്ക് പ്ലീറ്റ്സ് അറേഞ്ച് ചെയ്തെടുക്കാം. കാണുന്നുണ്ടല്ലോ, ഇതുപോലെ ആ ഒരു കറക്റ്റ് 2 പോയിൻറ്റിൻ്റെയും ഉള്ളിൽ നമ്മൾ ഈ ഒരു രീതിയിൽ പ്ലീറ്റ്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ 4 മാർക്കിങ്ങിലും നമുക്ക് സെയിം ആയിട്ടും പ്ലീറ്റ്സ് അറേഞ്ച് ചെയ്തെടുക്കാം. ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ ഈ ഒരു രീതി ഫോളോ ചെയ്യുന്നതാണ് കേട്ടോ നല്ലത്. അല്ലെങ്കിൽ ചിലർക്കിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ മെറ്റീരിയൽ തികയാതെ വരും, അങ്ങനത്തെ ഇഷ്യൂസൊക്കെ വരും. ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ നമുക്ക് വേറെ കൺഫ്യൂഷനൊന്നും ഇല്ലാതെ ഈസി ആയിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ നമ്മൾ ഫ്രണ്ട് പാർട്ട് റെഡിയാക്കിയിട്ടുണ്ട്. സെയിം ആയിട്ട് നമുക്ക് ബാക്ക് പാർട്ടും സ്റ്റിച്ച് ചെയ്തെടുക്കാം. ബാക്ക് പാർട്ടാണിത്. ഇതിൽ ആ എക്സ്ട്രാ നിൽക്കുന്ന സിപ്പിനെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അതിനുശേഷം റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു സ്കേർട്ട് പാർട്ടിനെ ഈ ഒരു യോക്ക് പാർട്ടുമായിട്ട് ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ ബാക്ക് പാർട്ട് ഇവിടെ റെഡിയാണ്. അതുപോലെ ഫ്രണ്ട് പാർട്ടും നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഫ്രണ്ട് പാർട്ടിൽ ആ ഒരു സ്കേർട്ട് പാർട്ട് ജോയിൻ ചെയ്ത് വരുന്ന ആ ഒരു സ്ഥലത്ത് നമ്മൾ വീണ്ടും 2 ലേസ് വെച്ചൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ഇവിടെ ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും റെഡിയാണ്. ഇനി ഫ്രണ്ട് പാർട്ടിൻ്റെ നല്ല വശത്തേക്ക് ബാക്ക് പാർട്ടിൻ്റെയും നല്ല വശം ചേർന്ന് വരുന്ന രീതിയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡർ പാർട്ട് ജോയിൻ ചെയ്യാം. അതിനായിട്ട് ഇവിടെ ബാക്ക് പാർട്ടിൽ നമ്മൾ മെയിൻ ഫാബ്രിക്കും ലൈനിങ് ഫാബ്രിക്കും ചേർത്ത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഈ രീതിയിൽ വെച്ച ശേഷം ഇതിൽ ആ ഒരു ലൈനിങ് പാർട്ടിനെ ഉണ്ടല്ലോ, ഇതുപോലെ നെക്ക് പാർട്ടിൻ്റെ അതുവഴി നമുക്കൊന്ന് ഫ്രണ്ടിലേക്ക് വെച്ച് കൊടുക്കാം. ഇങ്ങനെ വയ്ക്കുമ്പോൾ മെയിൻ ഫാബ്രിക് രണ്ടും ഒരുപോലെ നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ ബാക്കിൽ 2 ലൈനിങ് പാർട്ടാണ് ചേർന്ന് വരുന്നത്. ഈ രീതിയിൽ വെച്ച ശേഷം നമുക്ക് നോർമലി ഷോൾഡർ ജോയിൻ ചെയ്ത പോലെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്റ്റിച്ച് ചെയ്ത ശേഷം ഇതുപോലെ ആ സ്റ്റിച്ചിന് ഉള്ളിലാക്കിയിട്ട് നമുക്ക് മെയിൻ ഫാബ്രിക്കിനെ പുറത്തെടുക്കാം. ഈ രീതിയിൽ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആ ഒരു ഷോൾഡറിൻ്റെ സ്റ്റിച്ച് പുറത്ത് കാണാതെയാണ് കേട്ടോ നമുക്ക് ഫ്രണ്ടിലും ബാക്കിലും കിട്ടുന്നത്. ഇതേ രീതിയിൽ നമുക്ക് ഓപ്പോസിറ്റ് സൈഡും റെഡിയാക്കി എടുക്കാം. ഇതുപോലെ ഷോൾഡർ രണ്ടും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു സ്ലീവിൻ്റെ ആം ഹോളിൻ്റെ സൈഡും അതുപോലെ ഈ ഒരു പാർട്ടും ഒക്കെ നമുക്ക് ലൈനിങ് ഫാബ്രിക്കുമായിട്ട് ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്ക് സ്ലീവ് ജോയിൻ ചെയ്തെടുക്കാം. അതിനായിട്ട് ആ ഒരു ഷോൾഡറിൻ്റെ സ്റ്റിച്ച് വരുന്നുണ്ടല്ലോ, ആ ഒരു സ്ഥലത്ത് നമ്മളെ ആ ഒരു സ്ലീവിൻ്റെ നമ്മൾ മിഡിൽ പോയിൻ്റ് മനസ്സിലാവാൻ വേണ്ടിയിട്ടൊരു കുഞ്ഞു കട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, ആ 2 പോയിൻറ്റും ഇതുപോലെ ചേർന്ന് വരുന്ന രീതിയിൽ വെച്ച ശേഷം നമ്മൾ സ്ലീവ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. സ്ലീവ് ഇവിടെ റെഡിയാണ്. ഇതേ രീതിയിൽ നമുക്ക് ഓപ്പോസിറ്റ് സൈഡ് സ്ലീവും സ്റ്റിച്ച് ചെയ്തെടുക്കാം. 2 സ്ലീവും ഇവിടെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ 2 ഇഞ്ച് മാർജിൻ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, ആ ഒരു മാർജിൻ മാർക്ക് ചെയ്ത പോയിൻറ്റിലൂടെ നമുക്ക് ബോഡിയുടെ ഷേപ്പ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം.
ആം ഹോളിൻ്റെ ഈ ഒരു പാർട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഷോൾഡറിൻ്റെ ഈ ഒരു സ്റ്റിച്ച് ഉണ്ടല്ലോ അത് ഇതുപോലെ ഒന്ന് കറക്റ്റാക്കി മിഡിൽ പോയിൻ്റായിട്ട് വെച്ച ശേഷം ഇതുപോലെ ആ ഒരു ആം ഹോളിൻ്റെ ആ ഒരു സ്ഥലം ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ കറക്റ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ എൻഡ് പാർട്ടിൽ വരുന്ന മെറ്റീരിയൽ നമുക്ക് ഈക്വലായിട്ട് കിട്ടില്ല, കുറച്ചൊരു വേരിയേഷൻ ഉണ്ടാവും. അത് കുഴപ്പമില്ല. ഈ ഒരു രീതിയിലാണ് നമ്മൾ ഈ ഒരു പോയിൻ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. ഒരു സൈഡ് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ ഓപ്പോസിറ്റ് സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഷേപ്പ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിൻ്റെ എൻഡ് പാർട്ട് ഉണ്ടല്ലോ അത് ഇതുപോലെ 2 പ്രാവശ്യം ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഈ ഒരു ഡ്രസ്സിൻ്റെ എൻഡ് പാർട്ടിലായിട്ട് ഈ ഒരു ലേസ് കൊടുക്കുന്നുണ്ട്. ആ ഒരു മോഡലിലും സെയിം ആയിട്ടാണ് കേട്ടോ ഞാൻ കണ്ടത്. അതുകൊണ്ട് മെറ്റീരിയലിൻ്റെ നല്ല വശത്തേക്ക് ഈ ഒരു ലേസ് അതിൻ്റെ പുറത്തായിട്ട് വെച്ചാണ് നമ്മൾ കംപ്ലീറ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഡ്രസ്സിൻ്റെ സ്റ്റിച്ചിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. നല്ല ഭംഗിയാണ് കേട്ടോ അത് കാണാനായിട്ട്. ഈ ഒരു ഡ്രസ്സ് 50 ഇഞ്ച് ലെങ്ത്തിലാണ് വരുന്നത്. പിന്നെ ആ ലേസിൻ്റെ ലെങ്ത്തും കൂടെ വരുന്നുണ്ട്. നിങ്ങൾക്ക് ഇത്രയും ലെങ്ത്ത് വേണ്ടാന്നുണ്ടെങ്കിൽ സ്കേർട്ട് പാർട്ടിൽ മാത്രം ചെറിയ ചേഞ്ചസ് വരുത്താം. ലെങ്ത്ത് എത്രയാണോ വേണ്ടത് അത് സ്കേർട്ട് പാർട്ടിലാണ് നമ്മൾ കുറച്ച് കൊടുക്കേണ്ടത്. യോക്ക് പാർട്ട് കറക്റ്റായിട്ടും ആ ഒരു മെഷർമെൻറ്റിൽ എടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇതാണ് കേട്ടോ ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക്. താങ്ക് യു ഫോർ വാച്ചിങ്.